റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയുള്ള സ്ട്രാറ്റജീസ് നമ്മൾ പറഞ്ഞിരുന്നു. അതിനു മുമ്പ് നമ്മളതിൻ്റെ പ്രോബ്ലംസ് എന്താണെന്ന് പറഞ്ഞു, പിന്നീട് അതിൻ്റെ സ്ട്രാറ്റജീസ് ഡിസ്കസ് ചെയ്തു. സോ ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അറ്റൈൻ ചെയ്യണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് ബർത്ത് കൺട്രോൾ. സോ ബർത്ത് കൺട്രോൾ എന്ന് പറഞ്ഞ സംഭവമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. സോ ബർത്ത് കൺട്രോളിൽ വരുന്നതാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. നമ്മൾ പറഞ്ഞിരുന്നു. സോ സ്മോൾ ഫാമിലീസ് അതിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. സോ ബർത്ത് കൺട്രോൾ നടക്കുകയാണെങ്കിൽ തന്നെ ആ പോപ്പുലേഷൻ ജനസംഖ്യ വർദ്ധിക്കുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. സോ അടുത്ത ടോപ്പിക്കാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ആൻഡ് ബർത്ത് കൺട്രോൾ. പോപ്പുലേഷൻ എക്സ്പ്ലോഷനും ബർത്ത് കൺട്രോളും തമ്മിലുള്ള ബന്ധം എന്താണ് അതിൻ്റെ ആവശ്യകത? അപ്പോൾ എന്താണ് കുറച്ച് പ്രോബബിൾ ആയിട്ടുള്ള റീസൺസ് ഉണ്ട്. ഈ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ അഥവാ ജനസംഖ്യ വർദ്ധിച്ചു വരുന്നതിനുള്ള കുറച്ച് റീസൺസ് പറയുന്നുണ്ട്. അതിന് ആദ്യമായിട്ട് നമ്മൾ പറയുന്ന റീസൺസ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ഫീൽഡുകളിലും വേരിയസ് ഫീൽഡുകളിലും ഒരു ലാസ്റ്റ് സെഞ്ച്വറിയിൽ ഒരുപാട് ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് നടന്നിട്ടുണ്ട്. സോ എല്ലാ ഫീൽഡിലും നമ്മുടെ ക്വാളിറ്റി ഓഫ് ദ ലൈഫ്, ജനങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യണ തരത്തിലുള്ള എല്ലാ ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റും ഒരു ലാസ്റ്റ് സെഞ്ച്വറി ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. അതാണ് പറയുന്നത് ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ട് എല്ലാ ഫീൽഡിലും. എന്നതിനെ സംബന്ധിച്ച് ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ദ പീപ്പിൾ. സോ ആളുകളുടെ ലൈഫ് അല്ലെങ്കിൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യണ ഒരുപാട് ഡെവലപ്മെൻറ്റ് പ്രോസസ്സുകൾ ലാസ്റ്റ് സെഞ്ച്വറി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, അപ്പോൾ അതൊരു റീസണാണ്. സോ ക്വാളിറ്റി ഓഫ് ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ ഈ പോപ്പുലേഷൻ എക്സ്പ്ലോഷന് ഒരു കാരണമാണ് ഡെത്ത്, അല്ലെങ്കിൽ ഡെത്ത് റേറ്റുകൾ കുറയുന്നു. സോ ക്വാളിറ്റി കൂടുന്തോറും അവരുടെ എല്ലാ ഡിസീസസ് കുറയുന്നു, ഡെത്ത് റേറ്റ് കുറയുന്നു. സോ അതൊരു കാരണമാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷന്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഇംപ്രൂവ്ഡ് ഹെൽത്ത് ഫെസിലിറ്റീസ് ആൻഡ് ബെറ്റർ ലിവിങ് കണ്ടീഷൻസ്. നമ്മൾ പറഞ്ഞു ഓൾറൗണ്ട് ഡെവലപ്മെൻ്റ് ആണ് എല്ലാവരുടെയും ലൈഫിൽ സംഭവിച്ചേക്കണത്. അതിൻ്റെ കാരണം നമുക്ക് എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്, എന്ത് ഡെവലപ്മെൻറ്റിലാണ് നടത്തിയിരിക്കുന്നത്, അത് ഹെൽത്ത് ഫെസിലിറ്റീസ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തു. മെഡിക്കൽ ഫെസിലിറ്റീസ് അഥവാ ഹെൽത്ത് ഫെസിലിറ്റീസ് ഒരുപാട് കൂടാൻ തുടങ്ങി. അതുപോലെ തന്നെ ബെറ്റർ ലിവിങ് കണ്ടീഷൻസ്. സോ ഹെൽത്ത് ഫെസിലിറ്റീസ് കൂടുകയും ലിവിങ് കണ്ടീഷൻസ് വളരെ നന്നായിട്ട് പോവുകയും ചെയ്യുമ്പോൾ അതും നമ്മുടെ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ജനസംഖ്യ വർദ്ധിക്കുന്നതിന് വേറൊരു കാരണമാണ്. ഈ പറഞ്ഞ ഹെൽത്ത് ഫെസിലിറ്റീസ് അഥവാ മെഡിക്കൽ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ബെറ്റർ ലിവിങ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞ കാരണം അത് ലീഡ് ചെയ്യണത് റാപ്പിഡ് ഡിക്ലൈൻ ഇൻ ഡെത്ത് റേറ്റിലൊക്കെ ഒരുപാട് കുറവ്, വളരെ ഷാർപ്പായിട്ട് ഡിക്രീസാണ് സംഭവിക്കുന്നത്. ഹെൽത്ത് ഫെസിലിറ്റീസ് ഉള്ള കാരണം തന്നെ ഡെത്ത് റേറ്റ് കുറയുന്നു. നമ്മുടെ ബെറ്റർ ലിവിങ് കണ്ടീഷൻസ് കാരണം തന്നെ ഡെത്ത് റേറ്റ് കുറയുന്നു. എന്തിൻ്റെയൊക്കെ ഡെത്ത് റേറ്റ് ഉദ്ദേശിക്കുന്നത്? മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, അമ്മയുടെയും കുഞ്ഞിൻ്റെയും മരണം. അതുപോലെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, അമ്മയുടെയും കുഞ്ഞിൻ്റെയും മരണനിരക്കൊക്കെ ഒരുപാട് കുറഞ്ഞു. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ആൻഡ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, അമ്മയുടെയും കുഞ്ഞിൻ്റെയും മരണനിരക്ക് ഒരുപാട് കുറഞ്ഞു. അതിന് കാരണം ഏറ്റവും നല്ല മെഡിക്കൽ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ബെറ്റർ ഹെൽത്ത് ഫെസിലിറ്റീസാണ് പ്രൊവൈഡ് ചെയ്ത്. അതുമൂലം നല്ല ലിവിങ് കണ്ടീഷൻസിലൂടെയാണ് എല്ലാവരും പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഡെത്ത് റേറ്റ് കുറയുന്നു. ഓട്ടോമാറ്റിക്കലി അത് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു? പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ അഥവാ ജനസംഖ്യാ വർധനയ്ക്ക് കാരണമാകുന്നു. വേറൊരു കാരണം എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ റീപ്രൊഡ്യൂസിബിൾ ഏജ്. സോ മാരേജബിൾ അല്ലെങ്കിൽ റീപ്രൊഡ്യൂസിബിൾ ആയിട്ടുള്ള ആ ഒരു കാലഘട്ടത്തിലുള്ള ആളുകളുടെ എണ്ണം കൂടുതലാണ്. സോ റീപ്രൊഡ്യൂസിബിൾ ഏജ് അല്ലെങ്കിൽ അതിന് കപ്പാസിറ്റി, ഫെർട്ടൈൽ പീരീഡിലുള്ള ആളുകളുടെ എണ്ണം ഒരുപാട് കൂടുതലായാലും പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ സംഭവിക്കും. ബിക്കോസ് ഒരുപാട് ബർത്ത് നടക്കും, അപ്പോൾ ബർത്ത് കൺട്രോൾ ഉണ്ടാവില്ല. അത് പോപ്പുലേഷൻ എക്സ്പ്ലോഷന് വേറൊരു കാരണമാണ്. അപ്പോൾ ഇത്രയും കാരണങ്ങളാണ് പറയുന്നത്, പ്രോബബിൾ ആയിട്ടുള്ള റീസൺസ്. ഒന്ന്, ഓവറോൾ ഡെവലപ്മെൻറ്റ്, നമ്മുടെ എല്ലാ ലൈഫ് സ്റ്റൈൽ ആക്ടിവിറ്റീസിലും ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് നടക്കുന്നത് കാരണം നമ്മുടെ ക്വാളിറ്റി ഓഫ് ദ ലൈഫ് ജനങ്ങളുടെ വർദ്ധിച്ചു. അത് പോപ്പുലേഷൻ എക്സ്പ്ലോഷന് കാരണം. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് ഫെസിലിറ്റീസ്, മെഡിക്കൽ ഫെസിലിറ്റീസ്, ബെറ്റർ ലിവിങ് കണ്ടീഷൻസ് അതൊക്കെ കൂടിയത് കൊണ്ട് എന്ത് സംഭവിച്ചു? ഡെത്ത് റേറ്റ് ഒരുപാട് കുറയാൻ തുടങ്ങി. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റും, അമ്മയുടെയും കുഞ്ഞിൻ്റെയും മരണനിരക്ക് ഒരുപാട് കുറഞ്ഞു.
ഇതിന് പ്രോപ്പറായിട്ട് കാരണം നല്ല മെഡിക്കൽ ഫെസിലിറ്റീസൊക്കെ കിട്ടുന്നത് കൊണ്ട് പ്രീ നേറ്റൽ ആൻഡ് പോസ്റ്റ് നേറ്റൽ കെയറുകളൊക്കെ കാരണം. നമ്മൾ പറഞ്ഞിരുന്നു ഫാമിലി പ്ലാനിങ്, അതുപോലെ റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം, RCH പ്രോഗ്രാം, ഈ പ്രോഗ്രാമുകളിലൂടെയൊക്കെ നമ്മുടെ MMR ആൻഡ് IMR, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ആൻഡ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഒക്കെ ഒരുപാട് കുറഞ്ഞു. അതും പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഒരു കാരണമാണ്. പിന്നെ പറഞ്ഞത് ഈ റീപ്രൊഡ്യൂസിബിൾ ആയിട്ടുള്ള ഫെർട്ടൈൽ ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് ഉള്ള ആളുകളുടെ എണ്ണം, അങ്ങനത്തെ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുടെ എണ്ണം ഒരുപാട് കൂടാൻ തുടങ്ങി. അതും ഒരു കാരണമാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, അതായത് പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസംഖ്യ വർധനവിന് ഒരു കാരണമാണ്. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളൊരു കണക്ക് പറയുകയാണെങ്കിൽ ഈ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എത്രമാത്രം ഭയാനകമായിട്ടാണ് പോകുന്നത് എന്ന് കാണിക്കാനായിട്ട് കുറച്ച് നമ്പേഴ്സ്, നമ്മൾ കണക്കുകൾ പറയാണ്. നമ്മുടെ വേൾഡ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു അറൗണ്ട് 2 ബില്യൺ ആയിരുന്നു. വേൾഡ് പോപ്പുലേഷൻ അറൗണ്ട് 2 ബില്യൺ, അതായത് 2000 മില്യൺ എന്ന് പറയുന്നതാണ് 2 ബില്യൺ. അത് എപ്പോഴാണ്? ഇൻ 1900. സോ 1900 വേൾഡ് പോപ്പുലേഷൻ 2 ബില്യൺ അഥവാ 2000 മില്യൺ ആയിരുന്നു. അത് പെട്ടെന്ന് കുതിച്ചുയരുന്നു, റോക്കറ്റഡ് ടു 6 ബില്യൺ ബൈ 2000. സോ 1900 നിന്ന് 2000 ആയപ്പോഴേക്കും ഈ 2 ബില്യൺ എന്ന് പറഞ്ഞ വേൾഡ് പോപ്പുലേഷൻ എത്രയായി നോക്കിയേ? 6 ബില്യണായി മാറി. അത്രയ്ക്കും അധികമായിട്ട് ഈ പോപ്പുലേഷൻ എക്സ്പ്ലോഷനായി, അതായത് കുതിച്ചുയർന്നു. 2 ബില്യണിൽ നിന്ന് എത്രയായി? 6 ബില്യണായി. ജസ്റ്റ് 1900 നിന്ന് എത്ര എത്തിയപ്പോഴേക്കും? 2000 ആയപ്പോഴേക്കും. അത്ര ഒരു ചെറിയ കാലയളവിൽ തന്നെ 2 ബില്യണിൽ നിന്ന് 6 ബില്യണിലേക്ക് ആ പോപ്പുലേഷൻ വർദ്ധിച്ചു, ജനസംഖ്യ വർദ്ധിച്ചു. അത് വേൾഡ് പോപ്പുലേഷനിൽ. ഇനി അത് വേൾഡ് പോപ്പുലേഷൻ്റെ കണക്കാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവേണ്ട എത്രമാത്രം ഇത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അടുത്ത നമ്മുടെ ഇന്ത്യയിലെ കണക്കെടുക്കുകയാണെങ്കിൽ, ഇന്ത്യയിൽ നമ്മുടെ ഇൻഡിപെൻഡൻസ് ടൈമിലൊക്കെ, ആ ഇൻഡിപെൻഡൻസ് ഡ്യൂറേഷൻ ആ ടൈമിലൊക്കെ നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 3500 മില്യൺ ആയിരുന്നു. ആ ഡ്യൂറിങ് ഇൻഡിപെൻഡൻസ് ഡേ ആ ടൈം, നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്ന കാലയളവിൽ നമ്മുടെ ഇന്ത്യയിൽ പോപ്പുലേഷൻ റേറ്റ് എന്ന് പറഞ്ഞത് 3500 മില്യൺ ആയിരുന്നു. എന്നാൽ അത് ക്രോസ് ടു മില്യണിൽ നിന്ന് ബില്യൺ ആവാൻ തുടങ്ങി. 2000 ആയപ്പോഴേക്കും അത് മില്യണിൽ നിന്ന് ബില്യൺ ആവാൻ തുടങ്ങി. ഇറ്റ് ക്രോസ് ടു 1 ബില്യൺ ബൈ മെയ് 2000 ആയപ്പോഴേക്കും ഈ 3500 മില്യൺ എന്ന് പറഞ്ഞ ഇൻഡിപെൻഡൻസ് ഡേ ടൈമിൽ അല്ലെങ്കിൽ ടൈമിലുണ്ടായിരുന്ന ആ പോപ്പുലേഷനിൽ നിന്ന് മെയ് 2000 ആയപ്പോഴേക്കും അത് ക്രോസ്ഡ് 1 ബില്യണേക്കാളും അതിക്രമിച്ച് പോയി. ഇന്ത്യയിലത്തെ കാര്യമാണ് പറയുന്നത്, ഇന്ത്യയിലെ പോപ്പുലേഷൻ. അതിൻ്റെ അർത്ഥം നമ്മൾ പറയുകയാണെങ്കിൽ എവറി 6th person ഇൻ ദ വേൾഡ് ഈസ് എൻ ഇന്ത്യൻ. സോ ഈ ലോകത്ത് ജനിക്കുന്ന 6 പേരിൽ ഒരാൾ ഇന്ത്യനാണ്. അത്രയുമാണ് ഇന്ത്യയിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അത്രയും എന്താ പറയുക, വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനസംഖ്യയാണ് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നത്. സോ എവറി 6th person, നമ്മുടെ ഈ ലോകത്ത് ജനിക്കുന്ന 6 ആളുകളിൽ അല്ലെങ്കിൽ 6 പേഴ്സണിൽ ഒരാൾ ഇന്ത്യനാണ്. അത്രയും ഇമ്പോർട്ടൻസ്, അത്രയും ഒരു ഇതാണ് ഇന്ത്യൻ പോപ്പുലേഷൻ്റെ ഗ്രോത്ത് റേറ്റ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ RCH പ്രോഗ്രാം അല്ലെങ്കിൽ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം, റീപ്രൊഡക്റ്റീവ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാമുകളിലൂടെ ഒരു പരിധി വരെ നമുക്ക് പോപ്പുലേഷൻ ബ്രിങ് ഡൗൺ ചെയ്യാൻ, പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് കുറയ്ക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അത് ജസ്റ്റ് ഒരു മാർജിനൽ ലെവലിൽ മാത്രമേ കുറയ്ക്കാൻ സാധിക്കൂ. ഒരു മാർജിനൽ ലെവലിൽ മാത്രമേ നമുക്ക് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റിനെ കുറയ്ക്കാൻ സാധിച്ചിട്ടുള്ളൂ RCH പ്രോഗ്രാമുകളിലൂടെ. ഇനി പറയുമ്പോൾ നമ്മുടെ 2001 സെൻസസ് റിപ്പോർട്ട് എടുത്ത് നോക്കിയപ്പോൾ 2001 സെൻസസ് റിപ്പോർട്ട് പ്രകാരം പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 1.7% ആണ്. 1.7%, അതായത് 17 per 1000 പെർ ഇയർ. ഒരു വർഷം 17 per 1000. അത്രയും പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റാണ് 2001 സെൻസസ് റിപ്പോർട്ട് നമുക്ക് തരുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ പോപ്പുലേഷൻ്റെ ഗ്രോത്ത് റേറ്റ് നടക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനെയാണ് പോകുന്നുണ്ടെങ്കിൽ അത് പറയാൻ വെച്ചാൽ ദാറ്റ് ഈസ് എ റേറ്റ് അറ്റ് വിച്ച് അവർ പോപ്പുലേഷൻ കുഡ് ഡബിൾ ഇൻ 33 years. വരും 33 yearsൽ ഇതിനേക്കാളും ഡബിൾ ആവാനുള്ള സാധ്യത ഒരുപാടുണ്ട്. അത്രയ്ക്ക് അലാമിംഗ് ആയിട്ടാണ് നമ്മുടെ പോപ്പുലേഷൻ നീങ്ങുന്നത്, ഗ്രോത്ത് റേറ്റ് കാണപ്പെടുന്നത്.
അതാണ് നമ്മൾ പറയുന്നത്. ഇത്രയും അലാമിംഗ് ആയിട്ട് നമുക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിഗ്നലാണ് ഓരോ സെൻസസും നമുക്ക് തരുന്നത്. സോ അത് ഒരു അലാമിംഗ് ഗ്രോത്ത് റേറ്റ് ഉണ്ടായാൽ, ഇത്രയും പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് സംഭവിച്ചാൽ എന്തൊക്കെ സംഭവിക്കും? ഇതൊക്കെ ലീഡ് ടു വേരിയസ് പ്രോബ്ലംസ്. എന്തൊക്കെ പ്രോബ്ലംസ്? സ്കേഴ്സിറ്റി ഓഫ് ബേസിക് ആയിട്ട് ഒരു മനുഷ്യന് അത്യാവശ്യമായിട്ടുള്ള റിക്വയർമെൻറ്റ്സുകൾ ലൈക്ക് ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ്. ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ് ബേസിക് റിക്വയർമെൻറ്റ്സ് ആണ് ഓരോ മനുഷ്യനെയും. അതുവരെ നമുക്ക് അതിന് വരെ ഒരുപാട് അഭാവമുണ്ടാകും. ഈവൻ ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ്ങിലൊക്കെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രോഗ്രസ്സുകൾ ഇപ്പോൾ കാണപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ഇതുപോലെയാണ് നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ബേസിക് റിക്വയർമെൻറ്റിലൊക്കെ, ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ്ങിലൊക്കെ ഒരുപാട് സ്കേഴ്സിറ്റി, ദാരിദ്ര്യം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കുറവ് അനുഭവപ്പെടേണ്ടതായിട്ടുണ്ട്. ഇത്രയൊക്കെ കാരണം തീർച്ചയായിട്ടും ഇതൊക്കെ നമുക്ക് ഒരുപാട് ഡേഞ്ചറസ് സിഗ്നലുകളാണ് തരുന്നത്. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ അത് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യകത, അവിടെയാണ് ബർത്ത് കൺട്രോളിൻ്റെ ഒരു നെസസിറ്റി നമ്മൾ പറയുന്നത്. സോ ബർത്ത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഇത്രയും അലാമിംഗ് റേറ്റിൽ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ സംഭവിക്കും, ജനസംഖ്യ വർദ്ധിക്കും. സോ അതുകൊണ്ട് എന്ത് ചെയ്തു? ദെർഫോർ ഗവൺമെൻറ്റിന് ഫോഴ്സ് ടു ചെക്ക് ദിസ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്. ഈ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ചെക്ക് ചെയ്ത് അതിന് സീരിയസ് മെഷേഴ്സ് എടുക്കാൻ അല്ലെങ്കിൽ നെസസറി സ്റ്റെപ്സ് എടുക്കേണ്ടതായ ആവശ്യകത ഗവൺമെൻറ്റിന് നിർബന്ധിതമായിട്ട് വന്നു. അതാണ് പറയുന്നത്, ദെർഫോർ ഗവൺമെൻറ് ഫോഴ്സ് ടു ടേക്ക് അപ്പ് സീരിയസ് മെഷേഴ്സ് ടു ചെക്ക് ദിസ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്. നിർബന്ധിതമായി ഗവൺമെൻറ്റിന് ഈ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ചെക്ക് ചെയ്ത് അതിനെ കൺട്രോൾ ചെയ്യാനുള്ള മാക്സിമം നെസസറി സ്റ്റെപ്പുകൾ പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യകത ഗവൺമെൻറ് നിർബന്ധിതമായിട്ട് വരികയാണ് ചെയ്യുന്നത്. ബിക്കോസ് അത്രയും അലാമിംഗ് റേറ്റ് ആയിട്ടാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്തൊക്കെയാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷനിലെ കാരണങ്ങൾ, എന്തുകൊണ്ടാണ് നമ്മളിത് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ സംഭവിക്കുക എന്ന് പറയുന്നതിനെ കുറച്ച് കണക്കുകൾ വേൾഡിൽ എങ്ങനെയാണ്, ഇന്ത്യയിൽ എങ്ങനെയാണ്, നമ്മുടെ പ്രോഗ്രാമുകളിലൂടെ നമുക്ക് എത്രത്തോളം കുറയാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെയാണ് തുടർന്ന് പോകുന്നതെങ്കിൽ ഇപ്പോഴുള്ളത് 1.7%, 2001 പറഞ്ഞത് 1.7%. ഇങ്ങനെയാണ് ഇതേ ഒരു സ്റ്റേറ്റിലാണ് പോകണമെന്ന് വെച്ചാൽ കമ്മിങ് 33 ഇയേഴ്സ് ആകുമ്പോഴേക്കും 33 ഇയേഴ്സ് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഡബിൾ ആവും. അപ്പോൾ നമുക്കൊരിക്കലും ഒരുപാട് കാര്യങ്ങൾ ബേസിക് റിക്വയർമെൻറ്റ്സ് കിട്ടാത്ത ഒരു ലെവലിലേക്ക് നീങ്ങും. സോ ഗവൺമെൻറ്റിന് നെസസറി ആയിട്ട് കുറേ മെഷേഴ്സ് അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ ഈ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റിനെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യകത വന്നു. അങ്ങനെയാണ് ബർത്ത് കൺട്രോൾ. സോ ഇതാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷനും ബർത്ത് കൺട്രോളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്.